ഞങ്ങളുടെ പ്രത്യേക വന്ദനം എല്ലാ പ്രേക്ഷകർക്കും യൂട്യൂബിൽ കൂടെയും തൂലികയിൽ കൂടെയും ഞങ്ങളെ കാണുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. ദൈവഹിതമായാൽ നമ്മുടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 90ാമത് കൺവെൻഷൻ അല്ലെങ്കിൽ നവതി കൺവെൻഷൻ കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ ജനുവരി 19 മുതൽ 26 വരെ നടത്തുവാൻ കർത്താവിൽ ആഗ്രഹിച്ച് തീരുമാനിച്ച് അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. 12 മുതൽ 18 വരെ കൺവെൻഷന് മുമ്പത്തെ ഒരാഴ്ച ഉപവാസ പ്രാർത്ഥനയും നടത്തുവാൻ ആഗ്രഹിക്കുന്നു. വലിയ ആത്മീയ വിരുന്ന് ജനത്തിന് പ്രാപിക്കണം, നമുക്ക് പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ഈ കൺവെൻഷൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവാത്മാവിൽ നിറയപ്പെട്ട അഭിഷിക്തരായ ദൈവദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കും. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ കൺവെൻഷൻ നടക്കപ്പെടുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ, വിശ്വാസികൾ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ, പ്രത്യാശയിൽ നാം എല്ലാവരും വളരുവാൻ ഈ കൺവെൻഷൻ മുഖാന്തരം ഇടയാകണം എന്നുള്ളതാണ് എൻ്റെയും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം. ആയതിനായി ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഈ നവംബർ 1 മുതൽ കൺവെൻഷന് വേണ്ടി ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുടുംബമായി എൻ്റെ ഭാര്യയും ഞാനും ഉപവസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൺവെൻഷൻ നമ്മുടെ ആദിമ കാലത്തിലേക്ക് ഒരു മടങ്ങിവരവിൻ്റെ കാലമായി മാറട്ടെ. വിശുദ്ധിയിലേക്ക്, വേർപാടിലേക്ക്, തീരുമാനത്തിലേക്ക് ഒക്കെ ജനം മടങ്ങി വരുവാൻ, ആദിമകാല വിശ്വാസത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയായിത്തീരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന. ആദിമ കാലയളവിൽ, പിതാക്കന്മാരുടെ കാലയളവിൽ ഉണ്ടായിരുന്ന കൺവെൻഷനുണ്ടായിരുന്ന ആത്മീയ സന്തോഷം ഈ ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ, പ്രവചന ശുശ്രൂഷ വിവേചനപരമുള്ളവരെയൊക്കെ നമ്മുടെ സഭകളിൽ പ്രസ്ഥാനത്തിൽ ദൈവം വീണ്ടും ഉയർത്തുവാൻ, ഉണർത്തുവാൻ പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നവതി കൺവെൻഷൻ മുഖാന്തരമായി ഒട്ടനവധി പേർക്ക് നന്മകൾ, ഉപകാരങ്ങൾ ചെയ്യുവാനും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ചാരിറ്റി ബോർഡും നവതി കൺവെൻഷൻ പരിപാടിയുടെ ചെയർമാനും ഒക്കെ ആഗ്രഹിച്ച് ഒട്ടനവധി കാര്യങ്ങൾ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 90 പുതിയ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 90 നിർദ്ധനരായ യുവതികൾക്ക് വിവാഹത്തിന് വേണ്ടിയുള്ള സഹായം നൽകുവാൻ ആഗ്രഹിക്കുന്നു. നിർദ്ധനായ 90 വനിതകൾക്ക് തയ്യൽ മിഷൻ നൽകുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ അധ്വാനിച്ചിട്ട് അക്കരനാട്ടിൽ കടന്നുപോയി ആ കുടുംബങ്ങൾ വേദന അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 90 കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വീടില്ലാത്ത നിർദ്ധനായ 90 പാഴ്സണേജുകൾ പണിയുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള 90 സ്ഥലങ്ങളിൽ സഭാ ഹോളിന് പാഴ്സണേജിനെ നിർമ്മിക്കുവാനുള്ള സഹായങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. 90 വിധവമാർക്ക് സഹായം നൽകുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ നവതി കൺവെൻഷനിൽ ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 900 സ്റ്റുഡൻസിന് ഹെൽപ്പ് ചെയ്യുവാൻ ഓൾറെഡി അതിൻ്റെ സഹായം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആകയാൽ ഈ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടിയും ജനറൽ കൗൺസിലിന് വേണ്ടിയും നമ്മുടെ എല്ലാ സ്റ്റേറ്റുകൾക്ക് വേണ്ടിയും റീജിയനുകൾക്ക് വേണ്ടിയും നമ്മുടെ ദൈവദാസന്മാർക്ക് വേണ്ടിയും ദൈവമക്കൾക്ക് വേണ്ടിയും ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും കൺവെൻഷനും ഉപവാസ പ്രാർത്ഥനയ്ക്കും എല്ലാവരും കടന്നു വരികയും ചെയ്യണമെന്ന് പ്രത്യേകാൽ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിൻ്റെ ഒരു വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷനിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. See you all there and God bless you all.